നിലവിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചിട്ടുള്ള പൗരത്വം തെളിയിക്കാൻ ഹാജരാക്കാവുന്ന രേഖകളെ പറ്റിയാണ് ഇനി പറയാനുള്ളത്. ഇതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി സ്ഥിരം ജീവനക്കാരന് നൽകുന്ന ഏതെങ്കിലും തിരിച്ചറിയൽ കാർഡ് അത്തരം ഉദ്യോഗസ്ഥരാണെങ്കിൽ അത് നൽകിയാൽ മതിയാകും. ഇല്ലെങ്കിൽ 1/7/1987 മുമ്പ് സർക്കാർ, തദ്ദേശ അധികാരികൾ, അതുപോലെ തന്നെ ബാങ്കുകൾ, പോസ്റ്റ് ഓഫീസ്, LIC, പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവ ഇന്ത്യയിൽ നൽകിയ ഏതെങ്കിലും തിരിച്ചറിയൽ കാർഡ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് നൽകിയാൽ മതിയാകും. അതുകൂടാതെ തന്നെ അംഗീകൃത അതോറിറ്റി നൽകുന്ന ജനന സർട്ടിഫിക്കറ്റ്, നമ്മളുടെ മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത് അല്ലെങ്കിൽ കോർപ്പറേഷൻ അത്തരം സ്ഥാപനങ്ങൾ നൽകുന്ന ജനന സർട്ടിഫിക്കറ്റ് മതിയാകും. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പാസ്പോർട്ട് നമ്മളുടെ അംഗീകൃത രേഖയായിട്ട് സമർപ്പിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ അംഗീകൃത ബോർഡുകൾ, സർവകലാശാലകൾ നൽകുന്ന മെട്രിക്കുലേഷൻ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ്, സ്കൂൾ സർട്ടിഫിക്കറ്റ്, കോളേജ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഹാജരാക്കാവുന്നതാണ്. അതല്ലെങ്കിൽ അംഗീകൃത സംസ്ഥാന അധികാരി നൽകുന്ന സ്ഥിരതാമസ സർട്ടിഫിക്കറ്റും കൂടി നിങ്ങൾക്ക് ഹാജരാക്കാവുന്നതാണ്. അതുകൂടാതെ തന്നെ ST വിഭാഗങ്ങൾക്ക് വനാവകാശ സർട്ടിഫിക്കറ്റ്, അതുമായിട്ട് ബന്ധപ്പെട്ട രേഖകളും ഹാജരാക്കാവുന്നതാണ്. OBC, SC, ST അല്ലെങ്കിൽ യോഗ്യതയുള്ള അധികാരി നൽകുന്ന ഏതെങ്കിലും ജാതി സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഹാജരാക്കാവുന്നതാണ്. ദേശീയ പൗരത്വ രജിസ്റ്റർ നിലവിൽ അസ്സാമിൽ മാത്രമാണ് ഈ ആനുകൂല്യമുള്ളത്. പക്ഷേ നിലവിൽ അസ്സാമിൽ SIRുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിച്ചിട്ടില്ല. അവിടെ SIR നടത്തുന്നില്ല. അവിടെയാണ് ദേശീയ പൗരത്വ രജിസ്റ്റർ ഉള്ളത്. അത് അതിൻ്റെ രേഖകൾക്കുള്ളത് അവർക്ക് നൽകാവുന്നതാണ്. അതല്ലാതെ സംസ്ഥാന തദ്ദേശ അധികാരികൾ തയ്യാറാക്കിയ കുടുംബരേഖയും അതോടൊപ്പം തന്നെ സർക്കാർ നൽകിയ ഏതെങ്കിലും ഭൂമിയോ വീടോ അതുമായി ബന്ധപ്പെട്ട നൽകിയ സർട്ടിഫിക്കറ്റോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഹാജരാക്കാവുന്നതാണ്. അതുകൂടാതെ തന്നെ അവസാനമായി സുപ്രീം കോടതിയിൽ ബീഹാറിലെ SIRുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രത്യേകമായിട്ടുള്ള വാദമുഖങ്ങൾക്കിടയിൽ സുപ്രീം കോടതി അംഗീകരിച്ചിട്ടുള്ള ആധാർ കാർഡ് രേഖയായി പരിഗണിക്കണമെന്നുള്ള അന്നത്തെ ഹർജിയുമായി ബന്ധപ്പെട്ട ആളുകൾ നൽകിയ വാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി നൽകിയിട്ടുള്ള പ്രത്യേക പരിഗണനയുടെ അടിസ്ഥാനത്തിൽ അതും കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള ആധാർ കാർഡും പൗരത്വ രേഖയായിട്ട് നിലവിൽ ഇലക്ഷൻ കമ്മീഷന് മുമ്പിലുള്ള രേഖകളിൽ നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ്.